സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CB നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം ആരംഭിക്കുന്നു. ഭാഗം 1. വീട്ടിൽ അയൽക്കാർ വന്നും പോയും ഇരുന്നു. വിമല വെറും നിലത്ത് മുറിക്കോണിൽ ചുമരും ചാരി കരഞ്ഞ് തളർന്നിരിപ്പാണ്. അരികിൽ അയലത്തെ ആനി ചേച്ചിയുണ്ട്. ആനിയുടെ ഭർത്താവ് ജോൺ സാറിൻ്റെ അമ്മ ത്രേസ്യാമ്മ ചേട്ടത്തിയുമുണ്ട്. വിമലയുടെ അഴിഞ്ഞുലഞ്ഞ മുടി ആനി മാടിയൊതുക്കി. കണ്ണീരിൽ കുതിർന്ന ഏതാനും ഇഴകൾ കവിളിൽ പറ്റിപ്പിടിച്ചിരുന്നു. മുഷ്ടിയിറുക്കി ചുണ്ട് കടിച്ച് എങ്ങോ തുറച്ചു നോക്കി വിമല വീർപ്പടക്കിയിരുന്നു. എല്ലാം ദൈവവിധിയാണെന്ന് സമാധാനിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ത്രേസ്യാമ്മ ചേട്ടത്തി ആശ്വാസവാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. നല്ലവരെ നോക്കി ദൈവം നേരത്തെ അങ്ങ് വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? വിമല പൊടുന്നനെ ഏങ്ങലടിച്ചു കരഞ്ഞു. കരയാതെ, ആനി ശാസനാസുരത്തിൽ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നീ കരയാതെ. എൻ്റെ കുഞ്ഞുങ്ങൾക്കിനി ആരുണ്ട് ചേച്ചി? എനിക്കിനി ആരുണ്ട്? ഞങ്ങളിനി എന്തിനാ ജീവിക്കുന്നേ? വിമല വിമ്മി കരഞ്ഞു. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ആനി അവളുടെ ശിരസിൽ തഴുകി. അടുത്ത മാസം വരുന്നെന്നും പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഇനി പോകത്തുള്ളെന്നും പറഞ്ഞ് നിൻ്റെയും പിള്ളേരുടെയും കൂടെ എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയിട്ട് ഞാനിത് എങ്ങനെ സഹിക്കും ദൈവമേ? എനിക്ക് വയ്യ. മമ്മി കരയുന്നത് കണ്ടിട്ട് അമ്മുവിനും കരച്ചിൽ വന്നു. മരണം എന്തെന്ന് ആ 6 വയസ്സുകാരിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. എന്നാലും മമ്മി ആർത്തലച്ച് കരയുമ്പോഴെല്ലാം അവളും കരഞ്ഞു പോകുന്നു. വരാന്തയിൽ ആരോ അടക്കി പിടിച്ച് പറയുന്നത് ആനി കേട്ടു. ശവം ഇപ്പോഴിങ്ങെത്തും. എയർപോർട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതല്ലേ? വികാരി അച്ഛനോട് പറഞ്ഞ് ശവമടക്കിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ? ശവം എത്തിക്കഴിഞ്ഞാൽ ഒട്ടും വെച്ചോണ്ടിരിക്കരുത്. മരിച്ചിട്ട് എത്രയായി? വിമലയുടെ 1 വയസ്സുള്ള കുഞ്ഞ് കുറച്ച് മാറിയിരുന്നു. പൂച്ചക്കുഞ്ഞുമായി കളിക്കുകയാണ്. അവൻ കൈനീട്ടുമ്പോൾ പൂച്ചക്കുട്ടി നിലത്ത് പതുങ്ങി അമർന്ന് കുഞ്ഞ് കൈയുടെ നേർക്ക് കുതിച്ചു ചാടുന്നു. മുൻകാൽ കൊണ്ട് വീശി കളിയായി അടിക്കുന്നു. വീണ്ടും പിന്നോട്ട് പോയി ഇരയെ പിടിക്കാനെന്ന പോലെ പതുങ്ങിയിരിക്കുന്നു. അവൻ മുന്നോട്ട് ഞെരുങ്ങിച്ചെന്ന് പൂച്ചക്കുട്ടിയുടെ കഴുത്തിൽ പിടികൂടി. പൂച്ചക്കുട്ടി വേദനിപ്പിക്കാതെ അവൻ്റെ വിരലുകളിൽ കടിക്കുകയും തറയിൽ മലർന്നു കിടന്ന് 4 കാലുകൾ കൊണ്ട് നഖങ്ങൾ നീട്ടാതെ അവൻ്റെ കൈകളെ തോണ്ടി മാറ്റുകയും ചെയ്തു. ഇക്കിളി പൂണ്ട് അവൻ തെല്ലുറക്കെ ചിരിച്ചു. ആളുകൾ സഹതാപത്തോടെ അവൻ്റെ നേർക്ക് നോക്കി. തൻ്റെ പപ്പ മരിച്ചുപോയെന്ന് ആ കുഞ്ഞിന് അറിഞ്ഞുകൂടാ. പപ്പയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്ന് അവൻ അറിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് പൂച്ചക്കുട്ടിയുടെ വാലിൽ കടന്നു പിടിച്ചു പിന്നോട്ട് വലിച്ചു. പൂച്ചക്കുട്ടിക്ക് അത് വേദനിച്ചു. അത് അവൻ്റെ നേർക്ക് കൈവീശിയെന്ന് ചീറ്റിയ ശേഷം അതിൻ്റെ പാട്ടിന് പോയി. അവൻ ചുറ്റുപാടും നോക്കി. അപരിചിതരായ ആളുകൾ. അവൻ കരയാൻ തുടങ്ങി. ഒരു സ്ത്രീ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി. അമൽ വരാന്തയിലിരുന്ന് ആളുകൾ വരുന്നതും പോവുകയും നോക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവനും മുഷിഞ്ഞു. 4 വയസ്സേ ഉള്ളൂ അമലിന്. അകത്ത് അവൻ്റെ മമ്മി കരയുന്നുണ്ട്. ഇന്നലെ രാത്രി അവനും മമ്മിയോടൊപ്പം കരയുകയുണ്ടായി. എന്തിനെന്ന് നല്ല നിശ്ചയമില്ലാതെ. റോഡിനപ്പുറം മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നത് കാണാമായിരുന്നു. മൈതാനത്തിൻ്റെ അരികിൽ പശുക്കൾ മേഞ്ഞ് നടപ്പുണ്ട്. കുട്ടികളോടൊപ്പം പോയി കളിച്ചാലോ എന്നവൻ ആലോചിച്ചു. അവൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി മെല്ലെ റോഡിലേക്ക് നടന്നു. ഒരു പൂവൻ കോഴി മതിലിന് മീതെ കയറി നിന്ന് ചിറകടിച്ച ശേഷം നീട്ടിക്കൂവി. അമൽ ഒരു കല്ലെടുത്ത് അതിൻ്റെ നേർക്ക് എറിഞ്ഞു. കോഴി കൊക്കിക്കൊണ്ട് റോഡിലേക്ക് പറന്നു. ആനിയുടെ മകൾ ഷേർലി മതിലിനരികിലുണ്ടായിരുന്നു. മോൻ എങ്ങോട്ടാ? അവൾ ചോദിച്ചു. കളിച്ചാൻ. മമ്മി എന്തിയേ? മമ്മി കരയുക. അമ്മൂട്ടിയും കരയുക. എന്തിനാ ചേച്ചി? മോൻ്റെ പപ്പ മരിച്ചു പോയില്ലേ? അതിനെന്നാ? ഷേർലി സങ്കടത്തോടെ അവനെ നോക്കി. എന്താണ് അവന് നഷ്ടപ്പെട്ടതെന്ന് അവൻ അറിയില്ല. വാ. അവൾ അവൻ്റെ കൈക്ക് പിടിച്ച് വീട്ടിലേക്ക് നടത്തി. ഒരു ആംബുലൻസ് ഇരുമ്പിക്കൊണ്ട് റോഡരികിൽ വന്നു നിന്നു. അതിനുള്ളിൽ നിന്നും ആളുകൾ ഇറങ്ങി. വീട്ടുവരാന്തയിലുണ്ടായിരുന്നവർ തിടുക്കപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ വാനിന് ചുറ്റും ആൾക്കൂട്ടമായി. മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കളി നിർത്തി ആംബുലൻസിനടുത്തേക്ക് ഓടി. ആളുകൾ ഒത്തുകൂടി ഒരു ശവപ്പെട്ടി വാനിൽ നിന്ന് ഇറക്കുകയായിരുന്നു. മുറിയിൽ നിന്നും എഴുന്നേറ്റ് റോഡിലേക്ക് ഓടാൻ ഭാവിച്ച വിമലയെ ആനി ബലമായി പിടിച്ചു. സ്ത്രീകൾ തിങ്ങിക്കൂടി വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ശവപ്പെട്ടി കൊണ്ടുവന്ന വരാന്തയിലെ കട്ടിലിൽ ഇറക്കി വെച്ചു. വിമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ മറ്റുള്ളവരെ കുതിറിച്ച് വരാന്തയിലേക്ക് ഓടി. കുഞ്ഞച്ചനും ആഗസ്തിയും ചേർന്ന് ശവപ്പെട്ടിയുടെ മൂടി തുറക്കുകയായിരുന്നു. വിമല ഒരു നിമിഷം കരച്ചിൽ നഷ്ടപ്പെട്ട് സകല ഓർമ്മകളും നഷ്ടപ്പെട്ട് പകച്ചു നിന്നു. പിന്നെ ശബ്ദമില്ലാതെ കരച്ചിലോടെ ശവപ്പെട്ടിക്കുള്ളിൽ നീണ്ടു നിവർന്നു കിടന്ന മൃതദേഹത്തിലേക്ക് വീണു.
ജോൺ സാർ പള്ളിയിൽ നിന്നും അച്ഛനെയും കപ്പ്യാരെയും പ്രാർത്ഥനാ സംഘത്തിലെ അംഗങ്ങളെയും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടായിരുന്നു. സാജൻ്റെ നിർജീവമായ ശരീരത്തിന് മീതെ കുഴഞ്ഞു കിടന്ന വിമലയെ സ്ത്രീകൾ ബലമായി പിടിച്ചുമാറ്റി അകത്തേക്ക് കൊണ്ടുപോയി. ആളുകൾ വരാന്തയുടെ ഒരു വശത്തുകൂടി വരിവരിയായി വന്നു മൃതദേഹം കണ്ടു. ദുഃഖഭാവത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. മൃതദേഹത്തിൻ്റെ കാൽക്കൽ അമ്മു വിതുമ്പിക്കൊണ്ടിരുന്നു. പപ്പായാണ് ആ ശവപ്പെട്ടിക്കുള്ളിൽ അനങ്ങാതെ കിടക്കുന്നതെന്ന് അവൾക്കറിയാം. പപ്പ മരിച്ചുപോയെന്നും അറിയാം. എന്നാൽ ഇനിയൊരിക്കലും പപ്പായുടെ മുഖം കാണാനൊക്കുകയില്ലെന്നും അവളെ വാത്സല്യത്തോടെ മോളെ എന്ന് വിളിക്കുകയില്ലെന്നും കെട്ടിപ്പിടിച്ചവൾക്ക് മുത്തം കൊടുക്കുകയില്ലെന്നും അറിഞ്ഞുകൂടാ. പപ്പ എന്ന് പതുക്കിയെന്ന് വിളിക്കാൻ അവൾ ആഗ്രഹിച്ചു. താൻ വിളിച്ചാൽ പപ്പ വിളി കേൾക്കുമെന്നും കണ്ണുകൾ തുറന്നു നോക്കുമെന്നും അവൾ വിചാരിച്ചു. അവധിക്കാലങ്ങളിൽ പപ്പ വീട്ടിലുള്ളപ്പോൾ എന്നും രാവിലെ അവളായിരുന്നു അയാളെ വിളിച്ചുണർത്തുക. മൃതദേഹത്തിൻ്റെ കാലിൽ അവൾ തൊട്ടു. അത് തണുത്ത് വിറങ്ങലിച്ചിരുന്നു. ഷേർലി കണ്ണു തുടച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. മോളിങ്ങ് വാ. അവൾ അമ്മുവിനെ കൂട്ടിക്കൊണ്ടുപോയി. പെട്ടിക്കുള്ളിൽ എന്താണെന്ന് കാണാൻ അമലിന് കൗതുകമായിരുന്നു. നിലത്ത് നിന്നാൽ ശരിക്ക് കണ്ടുകൂടാ. അവൻ വരാന്തയുടെ അരമതിലിൽ കയറി സിമൻറ്റ് തൂണിൽ കൈ ചുറ്റി ശവപ്പെട്ടിയിലേക്ക് നോക്കി. അതിനുള്ളിൽ ഒരാൾ കിടക്കുന്നത് കാണാം. മുഖവും പാദങ്ങളും മാത്രമേ കാണാനുള്ളൂ. മൂക്കിൽ പഞ്ഞി തിരുകി കണ്ണുകളടച്ച് ഇരുണ്ട് ചീർത്ത മുഖത്തോടെ ഒരാൾ. അതാരാണെന്ന് കൂടി അവന് മനസ്സിലായില്ല. 1.5 വർഷമാണ് മുമ്പാണ് അവൻ പപ്പായെ അവസാനമായി കണ്ടത്. വീട്ടിനുള്ളിൽ പേടിപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ചിന്തയോടെ അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. അടുത്ത മാസം പപ്പ വരുമെന്നും കൊച്ചു സൈക്കിളും കീ കൊടുത്തോടുന്ന തീവണ്ടിയും കൊണ്ടുവരുമെന്നും മമ്മി പറഞ്ഞത് അവൻ ഓർമ്മയുണ്ട്. പപ്പയെ ഇന്ന് കൊണ്ടുവരുമെന്ന് രാവിലെ മുതൽ വീട്ടിനുള്ളിൽ ആളുകൾ പറയുന്നത് അവൻ കേട്ടിരുന്നു. പപ്പ മരിച്ചു പോയെന്ന് ഷേർലി ചേച്ചി പറയുകയും ചെയ്തു. അതുകൊണ്ട് പപ്പ വരാതിരിക്കുകയില്ലല്ലോ. കൊച്ചു സൈക്കിളും കീ കൊടുത്താലോടുന്ന തീവണ്ടിയും കൊണ്ട് വരാതിരിക്കുകയില്ലല്ലോ. അവൻ മരമതിലിൽ നിന്ന് താഴെ ഇറങ്ങി മുറിക്കുള്ളിലേക്ക് ചെന്നു. വിമല ചുമരും ചാരി ശബ്ദമില്ലാതെ തേങ്ങുകയാണ്. ഓരോ തേങ്ങലിനും അവൾ പ്രാണൻ വേർപെടും പോലെ പിടയുന്നുണ്ടായിരുന്നു. അമൽ മമ്മിയുടെ അരികെ ചെന്നു. മമ്മി, പപ്പ എന്തിയേ? പപ്പ എന്നാ വരാത്തേ? എൻ്റെ മോനെ എന്നൊരു തളർന്ന നിലവിളി മാത്രമേ വിമലയിൽ നിന്നും ഉണ്ടായുള്ളൂ. അവളുടെ ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ അവനെ നോക്കി കണ്ണു തുടയ്ക്കുകയും മൂക്ക് പിഴിയുകയും ചെയ്തു. ഷേർലി വിതുമ്പി കരഞ്ഞു. ഇവരൊക്കെ ഇങ്ങനെ കരയാനും മാത്രം താൻ എന്തു പറഞ്ഞു എന്ന് അമ്പരപ്പോടെ അമൽ പതുക്കെ മുറിയിൽ നിന്നും പിൻവലിച്ചു. ശവമെടുക്കാറായില്ലേ? വികാരി അച്ഛൻ വരാന്തയിൽ അക്ഷമനായി നിന്ന് ചോദിക്കുന്നത് കേട്ടു. അച്ഛന് തിടുക്കമുണ്ട്. ഈ ശവസംസ്കാരം വല്ല തരത്തിലും ഒന്ന് നടത്തി കഴിഞ്ഞിട്ട് ഒരു യാത്ര പോകാനുണ്ട്. ഇനി ആരും വരാനൊന്നുമില്ലല്ലോ. ആര് വരാൻ? സാജനൊരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഭാര്യയും മക്കളുമാണ്. സാജൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. ജ്യേഷ്ഠൻ കുഞ്ഞച്ഛനായിരുന്നു വളർത്തിയതും പഠിപ്പിച്ചതും. അതിനായി അയാൾ കുറേ കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. 5 സെൻറ്റ് ഭൂമിയും അതിലൊരു മൺകുടിലും മാത്രമായിരുന്നു ആകെ സമ്പാദ്യം. കുഞ്ഞച്ഛൻ വിവാഹം കഴിക്കുകയുണ്ടായില്ല. എങ്ങനെയോ അത് നടന്നില്ല. പിന്നീട് അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അനുജന് വേണ്ടി താൻ വിവാഹജീവിതം പോലും വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്ന്. സാജൻ ബോംബെയിൽ ഒരു കമ്പനിയിൽ ജോലി നേടുകയും മാസം തോറും തൻ്റെ പേരിൽ പണം അയച്ച് കിട്ടുകയും ചെയ്തപ്പോൾ കുഞ്ഞച്ഛൻ്റെ മട്ട് മാറി. അവന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇനി ഞാനൊന്ന് സൂഹിക്കാൻ പോകുക എന്നയാൾ ആളുകളോട് പറഞ്ഞു. ജോലിയെടുക്കുന്നത് നിർത്തി. മദ്യപാനവും ചീട്ടുകളിയും പതിവാക്കി. കുഞ്ഞച്ഛന് ഒട്ടും തൃപ്തിയില്ലാത്ത ഒരു വിവാഹബന്ധമായിരുന്നു സാജൻ്റേത്. സ്ത്രീധനമൊന്നും വാങ്ങാതെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഒടുവിൽ അയാൾ കണ്ടെത്തിയത് മാതാപിതാക്കൾ ആരെന്നറിയാതെ അനാഥാലയത്തിൽ വളർന്ന വിമലയെയും. ജ്യേഷ്ഠൻ അനുജനെ തടയാൻ നോക്കി. അനുജൻ ധാരാളം പൊന്നും പണവും വാങ്ങി വലിയൊരു തറവാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്നായിരുന്നു കുഞ്ഞച്ഛൻ്റെ ആഗ്രഹം. അക്കാര്യത്തിൽ അനുജൻ ജ്യേഷ്ഠനെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല ധിക്കരിക്കുകയും ചെയ്തു. അന്നു മുതൽ കുഞ്ഞച്ഛന് വിമലയെ കണ്ടുകൂടാ. അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ കണ്ടുകൂടാ. തീരെ സഹികെടുമ്പോൾ വിമല കുഞ്ഞച്ഛൻ്റെ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് സാജന് എഴുതുമായിരുന്നു. മറുപടി വരും, സാരമില്ല, സഹിക്കുക. കുഞ്ഞച്ചായന് തൃപ്തിയില്ലായിരുന്നെന്ന് മോൾക്കറിയാമല്ലോ. എനിക്ക് കുഞ്ഞച്ചായനോടൊരു കടപ്പാടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ജീവിതം വേണ്ടെന്ന് വെച്ചവനാണ്. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ നിലയിലെത്തിച്ചതും ആ മനുഷ്യനാണ്. എനിക്കത് മറക്കാൻ വയ്യ. സാജൻ അവധിക്ക് വരുമ്പോൾ വിമല കരഞ്ഞുകൊണ്ട് പരാതി പറയും. ഞാൻ ആരോരുമില്ലാത്ത ഒരനാഥയായതുകൊണ്ടല്ലേ
ചോദിക്കാനും പറയാനും എനിക്കാരാ? ഒരാളുള്ളത് ആയിരക്കണക്കിന് മൈൽ അകലെ. ആട്ടും തുപ്പും കേട്ടും മടുത്തു. എന്നെയും കുഞ്ഞുങ്ങളെ പറയുന്ന ചീത്തയ്ക്ക് കണക്കില്ല. തെണ്ടിക്കയറി വന്നവളല്ലേടിയെന്നാ ചോദ്യം. മരിച്ചാൽ മതിയെന്ന് തോന്നും. സാജേട്ടൻ അയക്കുന്ന പണവും പകുതിയും ദൂർത്തടിച്ച് കളയുക. ചോദിച്ചാൽ പറയും, ഞാനാടി കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചത്, നീ ആരാ ചോദിക്കാനെന്ന്. പിള്ളേരെ കണ്ടാൽ ശവങ്ങളെന്നേ വിളിക്കൂ. ഇതെത്ര നാൾ സഹിക്കണം സാജേട്ടാ? ഞങ്ങളെ കൂടി അങ്ങ് കൊണ്ടുപോകും. ഏത് നരകത്തിലായാലും വേണ്ടില്ല, ഇതിനേക്കാൾ ഭേദ. അയാൾ ഒന്നും മിണ്ടാതെ അവളുടെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ടിരിക്കും. ആദ്യകാലങ്ങളിൽ വിമല കുഞ്ഞച്ചൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് സാജനെ അറിയിച്ചിരുന്നില്ല. അനുജന് ജ്യേഷ്ഠനോടുള്ള കടപ്പാടും ബഹുമാനവും അറിയാം. വെറുതെ അവർക്കിടയിൽ കലഹമുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. പരാതികൾ പറഞ്ഞു തുടങ്ങിയ ശേഷവും ജ്യേഷ്ഠൻ്റെ അരുതാത്ത ചില സമീപനങ്ങളെക്കുറിച്ച് വിമല ഒരിക്കലും സാജനോട് പറഞ്ഞിരുന്നില്ല. അടുത്ത മാസം വരുന്നുണ്ടെന്നായിരുന്നു ഒടുവിലത്തെ കത്ത്. 32 വയസ്സേയുള്ളൂ സാജന്. വിമലയ്ക്ക് 5 വയസ്സ് കുറവ്. യൗവനമാണിത്. കൊതി തീരുവോളം ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. അവധി ദിവസങ്ങൾ പറന്നങ്ങ് പോകും. മിഞ്ഞാന്ന് രാത്രിയാണ് ജോൺ സാറിൻ്റെ വീട്ടിലേക്ക് ഫോൺ സന്ദേശം വന്നത്. വെള്ളിടി പോലെ. സാജൻ കലാപത്തിൽ കൊല്ലപ്പെട്ടുവെന്ന്. ആരെങ്കിലും വരാനുണ്ടോ? അച്ഛൻ ഒരിക്കൽ കൂടി ചോദിച്ചു. പിന്നെ പ്രാർത്ഥനാ ശുശ്രൂഷ തുടങ്ങി. അച്ഛൻ്റെ അക്ഷമ കൊണ്ട് എല്ലാം തിടുക്കത്തിലായിരുന്നു. ശവമഞ്ചം പള്ളിയിലേക്ക് എടുക്കപ്പെട്ടു. കുന്നിൻ മുകളിലെ പള്ളിയുടെ മുഖവാരവും വലിയ കുരിശും വെയിലിൽ തിളങ്ങി കാണാമായിരുന്നു. ഗോപുരത്തിന് മുകളിൽ നിന്നും 1, 2 എന്നിങ്ങനെ ഇടവിട്ടിടവിട്ട് മരണമണി മുഴങ്ങിക്കൊണ്ടിരുന്നു. തളർന്ന അവശനായ വിമലയെ ആനിയും ത്രേസ്യാമ്മയും താങ്ങി പിടിച്ച് നടത്തി. ജോൺ സാർ അമലിനെ എടുത്തുകൊണ്ട് ശവമഞ്ചത്തിന് പിന്നാലെ നീങ്ങി. ഏറ്റവും ഇളയ കുഞ്ഞ് ഷേർലിയുടെ കയ്യിലായിരുന്നു. അവൻ അവളുടെ മുടി പിടിച്ചു വലിക്കുകയും മൂക്കിൽ കിള്ളുകയും ചെയ്തുകൊണ്ടിരുന്നു. അമ്മു ഷേർലിയുടെ കൈ പിടിച്ച് മെല്ലെ നടന്നു. പള്ളിയിലെത്തി. പള്ളിയിലെ ചടങ്ങുകൾ അച്ഛൻ വേഗം അവസാനിപ്പിച്ചു. ജീവിതത്തിൻ്റെ ഹ്രസ്വതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒരു ലഘു പ്രസംഗം നടത്തി. വയലിൽ പുഷ്പിച്ച ചെടി പോലെയാണ് ജീവിതം. ചുടുകാറ്റടിച്ചപ്പോൾ അത് വാടി കരിഞ്ഞുപോയി. അത് നിന്നിരുന്ന സ്ഥലം പോലും വിസ്മരിക്കപ്പെട്ടു. ശരവാഹക സംഘം മൂകവിലാപയാത്രയായി സിമിത്തേരിയിലേക്ക് നീങ്ങി. ധനവാന്മാർ അധികമില്ലാത്ത ഗ്രാമീണ ഇടവകയായിരുന്നതിനാൽ വലിയ കല്ലറകളോ മാർബിൾ ഫലകങ്ങളോ ഒന്നും സിമിത്തേരിയിലുണ്ടായിരുന്നില്ല. പുല്ലുകൾ വളർന്നു നിന്നിരുന്ന ഒരു ഭാഗത്ത് 6 അടി നീളത്തിലും ആഴത്തിലും ഒരു കുഴി വെട്ടിയിരുന്നു. ദുഃഖത്തിലമർന്ന പ്രാർത്ഥനകൾ, മരണത്തിൻ്റെ പാട്ടുകൾ. ശവപ്പെട്ടി കുഴിയിലേക്ക് ഇറക്കും മുമ്പ് അന്ത്യചുംബനം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അമലിൻ്റെ ഊഴം വന്നപ്പോൾ ജോൺ സാർ അവനെ സാജൻ്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. പപ്പായ്ക്ക് ഒരു മുത്തം കൊടുക്കൂ മോനെ, ജോൺ സാർ പതുക്കെ മന്ത്രിച്ചു. അവൻ കുതറിമാറി. പെട്ടിക്കുള്ളിൽ കിടക്കുന്നയാളെ അവൻ അറിയില്ല. അമ്മു ഷേർലി പറഞ്ഞതനുസരിച്ചു. അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. വെളുത്ത കുരിശടയാളമുള്ള കറുത്ത മൂടി കൊണ്ട് പെട്ടി മൂടി. പെട്ടി കുഴിയിലേക്ക് കയറിൽ കെട്ടി ഇറക്കി. വിമല ഇപ്പോൾ കരയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുനീർ വറ്റിയിരുന്നു. അവൾ മരപ്പാവ കണക്കേ നിന്നു. ആളുകൾ ഓരോ പിടി മണ്ണ് വാരി ശവപ്പെട്ടിക്ക് മീതെ ഇട്ടു. ആനി വിമലയുടെ കയ്യിൽ വാരിക്കൊടുത്ത മണ്ണ് അവളുടെ വിരലുകൾക്കിടയിലൂടെ ഊർന്നു വീണു. ഷേർലി കുഞ്ഞിൻ്റെ കയ്യിൽ ഇത്തിരി മണ്ണ് വാരി കൊടുത്തു. അവനത് വായിലേക്ക് കൊണ്ടുപോകാൻ ഭാവിച്ചപ്പോൾ ഷേർലി ബലം പിടിച്ച് കുഴിയിലേക്ക് തന്നെ കുടിഞ്ഞിടുവിച്ചു. പെട്ടികൾക്ക് മീതെ മൺകട്ടകൾ വീഴുന്ന ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. കുഴി നികന്നുകൊണ്ടിരുന്നു. ഒടുവിലൊരു മൺകൂന 6 അടി നീളത്തിൽ ശേഷിച്ചു. വിമല അതിനരികെ നിശ്ചലയായി നിന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അമ്മു. വാ പോകാം. ആനി വിമലയുടെ കൈ പിടിച്ചു. ഒരു മഹാശൂന്യതയുടെ നേർക്കെന്ന പോലെ വിമല ആനിയെ നോക്കി. ഞങ്ങളിനി എങ്ങോട്ട് പോകാനാ ചേച്ചി? അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ട് മൺകൂനയ്ക്കരികിലേക്കിരുന്നു. കുഞ്ഞ് നിർത്തില്ലാതെ കരയുകയാണ്. ആനിയുടെ മകൾ ഷേർലി അവനെ എടുത്ത് തോളത്തിട്ട് മെല്ലെ കുലുക്കി. ചുമലിൽ താളം പിടിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വിമല ചുമരിലേക്ക് ചാരിവെച്ച പ്രതിമ പോലെ കട്ടിലിരിപ്പുണ്ട്. ആനിയും അരികിലിരിപ്പുണ്ട്. രാത്രിയിൽ വിമലയെയും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും തനിയെ വിട്ടിട്ട് പോകാൻ ആ അമ്മയ്ക്കും മകൾക്കും മനസ്സ് വന്നില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ആരുമില്ല. അമ്മു ആനിയുടെ അരികെ സങ്കടഭാവത്തിൽ ഇരിപ്പുണ്ട്. അമൽ ഒറ്റയ്ക്ക് വരാന്തയിൽ പോയിരുന്നു. പപ്പ എന്തുകൊണ്ടാണ് വരാൻ താമസിക്കുന്നതെന്ന് അവൻ അറിയില്ല. വിമാനത്തിൽ കൊണ്ടുവരുന്നു എന്നാണ് പകൽ മുഴുവൻ അവൻ കേട്ടുകൊണ്ടിരുന്നത്. ശവസംസ്കാരത്തിന് ശേഷം എങ്ങോട്ടോ പോയ കുഞ്ഞച്ചൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല.
കുന്നിൻ മുകളിലേക്കുള്ള റോഡിൽ അവിടെവിടെ വഴിവിളക്കുകൾ മങ്ങി കത്തിക്കൊണ്ടിരുന്നു. കുന്നിൻ മുകളിലെ പള്ളിക്കുരിശിൻ്റെ മുകളറ്റത്ത് ഒരു തിരി കൊളുത്തി വെച്ചതുപോലെ മഞ്ഞ ബൾബ് പ്രകാശിക്കുന്നത് കാണാം. അതിനു മുകളിൽ ഇരുണ്ട ആകാശം, രത്നപ്പെട്ടി ചിതറിയ പോലെ മിനുങ്ങുന്ന നക്ഷത്രങ്ങൾ, മൂടൻമഞ്ഞിൻ്റെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരാവരണം വീണ ഭൂപ്രദേശങ്ങൾ തീരെ മങ്ങി കാണപ്പെട്ടു. കരയുന്ന കുഞ്ഞിനെ ഷേർലി വിമലയുടെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു. വിമല അതിൻ്റെ നേർക്ക് ധീനമായി ഒന്ന് നോക്കി, പിന്നെ ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനങ്ങാതിരുന്നു. കുഞ്ഞ് തൊള്ള കീറി കരഞ്ഞുകൊണ്ടേയിരുന്നു. അവനെ ഒന്ന് എടുക്ക്, ആശ്വസിപ്പിക്കുക വിമലേ, അതിൻ്റെ കരച്ചിൽ കണ്ടില്ലേ, എന്തൊരിരിപ്പാ ഇത്, ആനി ശാസനാസുരത്തിൽ പറഞ്ഞു. വിമല അത് കേട്ടെന്ന് തോന്നിയില്ല. അമൽ വരാന്തയിൽ നിന്നും അകത്തേക്ക് വന്ന് വാതിലടച്ചു. അമ്മ കുഞ്ഞിനെയും എടുത്ത് മടിയിലിരുത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞുവാവ കരയണ്ടാട്ടോ, എൻ്റെ പൊന്നു കുട്ടനല്ലേ, കരയാതെ വാവേ, പപ്പ ഇപ്പം വരുമല്ലോ. പെട്ടെന്ന് അബദ്ധം പിണഞ്ഞ പോലെ നിർത്തിയിട്ട് അവൾ മമ്മിയെ നോക്കി. സാധാരണ കുഞ്ഞ് കരയുമ്പോഴെല്ലാം മമ്മി ആശ്വസിപ്പിക്കാറുള്ള പല്ലവി അവൾ ആവർത്തിച്ചെന്നേയുള്ളൂ. വേണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ നാവിൽ വന്നു പോകും. വിമല അനങ്ങിയില്ല. അമ്മുവിൻ്റെ മടിയിലിരുന്ന് കുഞ്ഞ് ചിണുങ്ങി ചിണുങ്ങി മയങ്ങി. അമ്മു അതിനെ കട്ടിലിന് കുറുകെ കിടത്തി. കുഞ്ഞ് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. മോനു ഉറങ്ങിക്കോ, ആനി അമലിനോട് പറഞ്ഞു. അവൻ വിമലയുടെ മുമ്പിൽ വന്ന് കുറേ നേരം നിന്നു. പിന്നെ കോട്ടുവാ ഇട്ടുകൊണ്ട് ചോദിച്ചു, പപ്പ എന്തിയേ മമ്മി വരാത്തെ? ആനി പെട്ടെന്ന് അവനെ എടുത്ത് മടിയിലിരുത്തി. വിമലയുടെ കണ്ണുകളിൽ നിന്ന് ഓരോ തുള്ളി കണ്ണീർ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. അല്പസമയത്തിനുള്ളിൽ അമലു ഉറങ്ങി. നീയും വന്ന് കിടക്ക് വിമലേ, എത്ര നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്, വല്ലതും കഴിച്ചിട്ട് എത്ര ദിവസമായി, ഇത്തിരി ചൂടുവെള്ളമെങ്കിലും കുടിച്ചിട്ട്. വിമല തിരിഞ്ഞ് ആനിയെ നോക്കി ദീർഘനേരം നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നി. ആനി അവളെ തലോടി. എൻ്റെ മോളെ, നീ ഇങ്ങനെ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ചേച്ചി. മോനെ പോലെ ഞാനും വിചാരിച്ച് പോവുക പപ്പ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന്. ഷേർലി അവരുടെ മുമ്പിലിരുന്ന് വിതുമ്പാൻ കഴിയാതെ വാതിൽ തുറന്ന് വരാന്തയിൽ പോയിരുന്ന് മൂക്കു പിഴിഞ്ഞു. വിമലേ, നീയും കൂടി ഇങ്ങനെ കൊച്ചുകുട്ടിയെപ്പോലെ തുടങ്ങിയാൽ. ആനി അവളുടെ കൈത്തലം എടുത്ത് മടിയിൽ വെച്ച് തലോടി. വെള്ളിയാഴ്ചയല്ലേ ചേച്ചി കത്ത് കിട്ടിയത്? ഞാൻ ചേച്ചിയെ കാണിച്ചതല്ലേ. ഇത്തവണ വരുമ്പോൾ 2 മാസം നിന്ന് ഇവിടെങ്ങാനും ഒരു ജോലി കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടേ പോകുന്നുള്ളെന്നും ഒക്കെ എഴുതിയിരുന്നതല്ലേ. ആനി തലകുലുക്കി. സംസാരിച്ചാൽ കുറച്ച് മനഃശാന്തി കിട്ടുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് കരുതി. എന്നെയും കുഞ്ഞുങ്ങളെയും കാണാൻ കൊതിയാകുന്നെന്നും ഉടനെ വരുന്നെന്നും ഒക്കെ എഴുതിയിരുന്നതല്ലേ. അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒന്നും കാണാതെ മിണ്ടാതെ പെട്ടെന്ന് അങ്ങോട്ട് പോവുമോ ചേച്ചി? ഒരാൾ അങ്ങനെ ഇല്ലാണ്ടാവുമോ? എൻ്റെ കാര്യം പോട്ടെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്ന് അറിയാവുന്നതല്ലേ. ആനി വീർപ്പടക്കി വിമലയെ നോക്കിയിരുന്നു. വിമല പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ മോൻ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു പോലുമില്ല. മുത്തം കൊടുക്കാൻ പറഞ്ഞിട്ട് മാറിക്കളഞ്ഞില്ലേ. അവനറിയാമെന്ന് തോന്നുന്നു അവൻ്റെ പപ്പ മരിച്ചിട്ടില്ലെന്ന്, വരാനിരിക്കുന്നതേയുള്ളൂന്ന്. എനിക്കും തോന്നുക എല്ലാം ഒരു ദുസ്വപ്നമാണെന്ന്. സാജേട്ടൻ വരും ഇല്ലേ? അടുത്ത മാസം തന്നെ വരും ഇല്ല ചേച്ചി? ആനിക്ക് ഭയമായി. വിമലയ്ക്ക് മനോനില തെറ്റുകയാണോ? ആനി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സങ്കടമൊന്നുമില്ല, നല്ല പ്രതീക്ഷ, വിശ്വാസം, കണ്ണുകൾക്ക് തിളക്കം. വിമല പതുക്കെ ജനാലയുടെ നേർക്ക് മുഖം തിരിച്ചു. രാത്രിയുടെ കരിമ്പുകയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അമ്മുവിന് വലിയ മോഹമായിരുന്നു പപ്പ ഒന്ന് കാണാൻ. അവൾ എപ്പോഴും പറയും പപ്പയ്ക്ക് അവളോടാ ഇഷ്ടം കൂടുതലെന്ന്. എൻ്റെ തനിപ്പകർപ്പാണെന്നും പറഞ്ഞ് അവളോട് ഇഷ്ടക്കൂടുതൽ കാണിക്കുമ്പോൾ അതെന്നോടായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. 1ാം സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് അവളാണെന്നും 100ൽ 100ഉം കിട്ടിയെന്നുമൊക്കെ പറയാൻ അങ്ങനെ കാത്തിരിക്കുമായിരുന്നു അമ്മു. കൂടെ പറയാൻ അമലിൻ്റെ കുറേ കുറ്റങ്ങളും വികൃതികളും ഒക്കെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ. അതൊക്കെ ഒരിക്കലും അവൾക്ക് പറയാൻ പറ്റാണ്ടാവുമോ? അതൊന്നും കേൾക്കാതെ പോവുമോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ജനലിലൂടെ കടന്നു വന്ന കാറ്റിൽ അവളുടെ അഴിഞ്ഞിലഞ്ഞ മുടി പാറി നടന്നു. മുൻപിൽ ഒരു ഭ്രാന്തിയാണ് ഇരിക്കുന്നതെന്ന് ഒരു നിമിഷം ആനിക്ക് തോന്നി. മുഖം കാണാൻ വയ്യ. അമലിനും ഉണ്ടായിരുന്നു പറയാൻ അമ്മക്കുട്ടിയുടെ കുറേ കുറ്റങ്ങൾ. അവന് വേണം ആദ്യം പറയാൻ. പപ്പ അവനെ തല്ലാൻ വന്നാൽ അവൻ ഒറ്റ ഇടി ഇടിക്കും. അന്നേരം പപ്പ തെറിച്ചു പോകും. എന്നെ ഒന്നും ചെയ്യല്ലേന്ന് അവൻ പറയും.
അങ്ങനെ പപ്പായും അവനും കൂട്ടാകും. പിന്നെ അമ്മുക്കുട്ടിയോട് പപ്പ മിണ്ടത്തു പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മുവുമായിട്ട് സ്ഥിരം വഴക്കല്ലായിരുന്നോ? വിമലയുടെ ചിരി കേട്ടു. കൊച്ചുകുട്ടികൾ ചിണുങ്ങി ചിരിക്കും പോലെ. ഓർമ്മയുടെ മായാക്കാഴ്ചയിലാവാം, എന്നാലും അവൾ ചിരിക്കുക. വിമൽ പപ്പാന്ന് വിളിച്ചിട്ടേയില്ലല്ലോ. അവനെ പപ്പാന്ന് വിളിക്കാൻ പഠിപ്പിക്കാൻ അമ്മുപെട്ട പാട്. വിളിയടാ കുഞ്ഞുവാവേ, പപ്പാന്ന് വിളിയടാ. എപ്പോഴും കേൾക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവന് ഉണ്ടായിട്ടേയില്ലേ ഉള്ളൂ. ഇപ്പോൾ അവൻ ശരിക്കും പഠിച്ചിരുന്നു കേട്ടോ. പപ്പ പപ്പ എന്ന് നല്ലപോലെ ഉച്ചരിക്കും. മോള് ഫോട്ടോ എടുത്ത് തൊട്ട് കാണിച്ചു കൊടുക്കും. കുഞ്ഞുവാവേ, ഇതാ പപ്പ, കണ്ടോടാ. കാണുമ്പോഴേ വിളിച്ചേക്കണം. പപ്പ വരുമ്പം ആദ്യമായിട്ട് കുഞ്ഞുവാവെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിച്ച് അതിശയിപ്പിക്കാനിരുന്നതാ അവള്. ഇത് പന്തിയല്ലെന്ന് ആനിക്ക് തോന്നി. അവൾ വിമലയുടെ ചുമലിൽ പിടിച്ച് ബലമായി തിരിച്ചു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഓർമ്മിക്കണം. ദുഃഖം കരഞ്ഞു തീരാനുള്ളതാണ്, മോഹക്കാഴ്ചകളിലേക്ക് മായം മറിഞ്ഞ് നിലതെറ്റാനുള്ളതല്ല. കത്ത് കിട്ടിയ അതേ വെള്ളിയാഴ്ച തന്നെയല്ലേ വിമലെ ഫോൺ വന്നതും? അർദ്ധരാത്രിക്ക്, ഓർക്കുന്നില്ലേ? വിമല കഠിനമായി ഒന്ന് ഞെട്ടിയതുപോലെ തോന്നി. ശ്വാസഗതി ഏറി, നെഞ്ചുയർന്നു താണു. ചെന്നിയിൽ കരച്ചിലിൻ്റെ പിടച്ചിൽ. ഒരാശ്രയത്തിനെന്നോണം അവൾ ആനിയമ്മയുടെ കയ്യിൽ ഭദ്രമായി പിടിച്ചു. പിന്നെ ഏങ്ങലടിച്ചുകൊണ്ട് ആനിയുടെ മടിയിലേക്ക് മുഖമമർത്തി. നീ ഇത് വിശ്വസിക്കണം മോളെ. സാജൻ മരിച്ചു, പക്ഷെ നിനക്ക് ജീവിതമുണ്ട്. 3 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരെ നോക്കണം. അതിന് നിനക്കിനി ഒരുപാട് കരുത്ത് വേണ്ടിവരും. ആനി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൾ മുഖമുയർത്തി ആനിയെ ഒന്ന് നോക്കി. എനിക്ക് എങ്ങനെ കഴിഞ്ഞു ചേച്ചി അന്ന് രാത്രിയിൽ ഉറങ്ങാൻ? എൻ്റെ സാജൻ വെട്ടും കുത്തുമേറ്റ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിയാതെ, ഒരു ദുസ്വപ്നം പോലും കാണാതെ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നില്ല ഞാൻ. എനിക്ക് എങ്ങനെ സാധിച്ചു? അതോർത്തിട്ട് എൻ്റെ ചങ്ക് പൊടിയുക. ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കേട്ട് ഇളയ കുഞ്ഞുണർന്നു. പതുക്കെ തലപൊക്കി നോക്കി. ഒന്ന് കരയാൻ ചുണ്ടുകൾ പിതുക്കി വന്നപ്പോഴേക്കും കൺപോളകൾ അടഞ്ഞുപോയി. അവൻ തല താഴ്ത്തി പഴയതുപോലെ തന്നെ കിടന്നു. വിമലയുടെ മൂക്കും തൊണ്ടയും അടഞ്ഞിരുന്നു. ഇനി കരയാൻ കണ്ണീരും കരുത്തുമില്ലാത്ത പോലെ ദീർഘമായി ശ്വാസം കഴിച്ചുകൊണ്ട് കിടന്നു. ഓരോ നിശ്വാസവും വിറയാർന്നിരുന്നു. അവൾ തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കിക്കൊണ്ട് കിടന്നു. പള്ളിക്കുരിശിന് മുകളിലെ വെളിച്ചം കാണാം, സിമിത്തേരിയും കാണാമെന്ന് തോന്നി. കുഴിമാടങ്ങൾ, കുരിശുകൾ, പുതിയൊരു മൺകൂന. മനക്കണ്ണിൽ അവൾ എല്ലാം കണ്ടു. നനഞ്ഞ മണ്ണിനടിയിൽ സാജനുണ്ട്. ഒന്നും അറിയാതെ, ഒന്നും ഓർക്കാതെ, വെറും ഒരു മൃതശരീരം. ഒരു ജീവിതമായിരുന്നു അത്. ഇനി ഒരിക്കലും കാണാനൊക്കുകയില്ല, സ്പർശനം അനുഭവിക്കാനൊക്കില്ല. അത്രയുള്ളോ? ഒരു ജീവിതം മണ്ണിനടിയിലായതേയുള്ളോ? ഒരു ശരീരം നഷ്ടമായതേയുള്ളോ? എന്തൊക്കെയാണ് ഇല്ലാതായത്? തൻ്റെ ജീവിതത്തിൻ്റെ പാതി തുടച്ചു മാറ്റപ്പെട്ടതുപോലെ, ജീവിതത്തിൻ്റെ ഒരു വശം ഇരുണ്ട് പാഴായും ശൂന്യമായും പോയതുപോലെ. മരണം എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത്? ഒരാളെ മാത്രമല്ല, ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടന്ന അനേക സംഗതികൾ വേരറ്റുപോയി. ശബ്ദമാനവും സ്തംഭബഹുലവുമായിരുന്ന, ഇമ്പമാർന്ന, സദാ പ്രകാശിച്ചുകൊണ്ടിരുന്ന ഒരു ലോകം അപ്രത്യക്ഷമായി, മൺമറഞ്ഞു. പകരം ഒരു മഹാശൂന്യത മാത്രം. എന്തെല്ലാം ഓർമ്മകളും വേദനകളും സ്നേഹിക്കുന്നവരിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഒരാൾ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് നടന്നു മറിയുന്നത്. ഒരിക്കലും തിരിച്ചു വരാത്ത ആ യാത്രയിൽ ആരുടെയെല്ലാം പ്രത്യാശയും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് കൂടെ കൊണ്ടുപോയത്. സാജൻ ജീവിച്ചിരുന്നപ്പോൾ ആ ജീവിതം അത്രമേൽ വിലപ്പെട്ടതാണെന്ന് താൻ മനസ്സിലാക്കിയിരുന്നോ? തൻ്റെ യാതനകൾക്കും ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കുമായിരുന്നു മുൻതൂക്കം. ഭൂമിയിലുള്ള അനേകം കോടി സ്ത്രീകളെപ്പോലെ തനിക്ക് ഒരു ഭർത്താവുണ്ട് എന്നേ തോന്നിയിട്ടുള്ളൂ. ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നതോ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നതോ, അദ്ദേഹത്തോട് സംസാരിക്കുകയും ചിരിക്കുകയും പിണങ്ങുകയും ചെയ്യുന്നതോ, അദ്ദേഹത്തിൻ്റെ സ്നേഹവും സ്പർശനവും അനുഭവിക്കുന്നതോ ഒന്നും മഹത്തായ കാര്യങ്ങളായി തോന്നിയിരുന്നില്ല. എല്ലാം സാധാരണ മാത്രം. എന്നാൽ ഇനി അതൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നോർക്കുമ്പോൾ അത് സംഭവ്യമാണോ? ജീവൻ്റേതായ യാതൊരു അടയാളവും ശേഷിപ്പിക്കാതെ ഒരാൾക്ക് അങ്ങനെ മാഞ്ഞു പോകാൻ കഴിയുമോ? ഓർത്തോർത്തു കിടക്കവേ അവൾ വിചാരിച്ചു. അകലെ എങ്ങോ അദ്ദേഹം പണിയെടുക്കുകയാണ്. യന്ത്രങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരാൾ രൂപം. മാർക്കറ്റിൽ ചെന്ന് വിലപേശി ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങി പെട്ടിയിൽ അടുക്കി വെക്കുന്നുണ്ട്.
അടുത്ത മാസം നാട്ടിലെത്തുമ്പോൾ കൊണ്ടുപോകാനുള്ളവ ഇപ്പോഴേ സംഭരിക്കുകയാണ്. വലിയൊരു സ്വപ്നം കണ്ടു. ടെലിഫോൺ സന്ദേശവും ആംബുലൻസും ശവപ്പെട്ടിയും മൃതദേഹവും, പള്ളിമണിയുടെ മുഴക്കവും സിമിത്തേരിയും മരണത്തിൻ്റെ പാട്ടും മൂടപ്പെട്ട കുഴിമാടവും എല്ലാം പേക്കിനാവിലൂടെ കടന്നുപോയി ഭീകര ദൃശ്യങ്ങളായിരുന്നു. മുറ്റത്ത് കാലച്ച. ആഴാ ആഴാ അത്. ഷേർലി വേഗം മുറിയിലേക്ക് വന്നു. കുഞ്ഞച്ചായൻ വന്നു. ആനി വിമലയെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. കാലച്ച വരാന്തയിലൂടെ ഇടറി വന്നു. ആഴാണെന്നാ ചോദിച്ചേ? കുഞ്ഞച്ചൻ്റെ രൂപം വാതിൽക്കൽ കാണായി. ഞാനും എൻ്റെ മോളുമാ, ആനി പറഞ്ഞു. അത് മനസ്സിലായി. നിങ്ങൾക്കെന്നാ ഇവിടെ കാര്യം? കുഞ്ഞച്ചൻ്റെ തല നേരെ നിൽക്കുന്നില്ല. ചെറിയ കണ്ണുകൾ ചുവന്നിരുന്നു. ഷർട്ടിൻ്റെ ബട്ടൺസ് തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ചത്തത് നിങ്ങളുടെ ആരും അല്ലല്ലോ. ആണോ? എൻ്റെ അനിയനാ ചത്തേ. നിങ്ങൾക്ക് എന്നാ നഷ്ടം? പറ, ഇപ്പം പറയണം. വിമലയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് കൂട്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. ഇവിടെ ആരുടെയും കൂട്ടൊന്നും വേണ്ട. ഞങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ കുഞ്ഞച്ച? അയൽക്കാരല്ലേ ഞങ്ങൾ. വിമലയ്ക്ക് ആരാ ഒരു തുണയുള്ളത്? മനസാക്ഷി? അയലത്തുകാർ. എൻ്റെ അനിയനാ പോയേ. അവന് വേണ്ടിയിട്ട് ഒരുത്തിയും കരയണ്ട. നഷ്ടം എനിക്കാ. എൻ്റെ 10-20 കൊല്ലത്തെ കഷ്ടപ്പാട് പാഴ് പോയില്ലേ അവൻ. അത് ഞാൻ സഹിച്ചോളാം. അഴിഞ്ഞ് വീഴാൻ തുടങ്ങിയ മുണ്ടയാൾ എത്തിപ്പിടിച്ച് ഷർട്ടിന് മീതെ കൂടി ഉടുത്തു. വിമല കുനിഞ്ഞിരുന്ന് തേങ്ങി. നീ എന്തിനു കരയുന്നടി? നിനക്ക് എന്താടി നഷ്ടം? ലാഭമല്ലായിരുന്നോ? തെണ്ടിക്കേറി വന്ന നിന്നെ 6-7 കൊല്ലം തീറ്റി പോറ്റിയില്ലേ? പോരേടി. കുഞ്ഞച്ചൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണ്. ആനി നീരസത്തോടെ അയാളെ നോക്കി. എൻ്റെ വീടാ ഇത്. ഇവിടെ എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും. നിങ്ങൾ ആരാ ചോദിക്കാൻ? പോയാട്ടെ, ഇറങ്ങിപ്പോയാട്ടെ. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ രാത്രിയിൽ ഇറങ്ങിപ്പോണില്ല. ഇല്ലേ. കുഞ്ഞച്ചൻ മുറിക്കകത്തേക്ക് വേച്ച് കയറി. അയാൾ ആനിയുടെ നേർക്ക് കൈ ചൂണ്ടി. ആനി ഭയന്നുവെങ്കിലും അങ്ങനെ തന്നെ നിന്നു. ഷേർലി ആനിയുടെ കൈ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ അനിയനുണ്ടല്ലോ, എൻ്റെ അനിയൻ. അവൻ ആരായിരുന്നെന്നറിയാവോ? അയാൾ വിമലയുടെ നേർക്ക് കൈ ചൂണ്ടി. ഈ തെണ്ടിച്ചിക്കറിയത്തില്ല. എനിക്കാ നഷ്ടം. മുറി വിട്ടുപോകാനായി വാതിൽക്കൽ വരെ ചെന്ന ശേഷം അയാൾ തിരിഞ്ഞു. ഈ തന്തയില്ലാത്തവളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ ചാവത്തില്ലായിരുന്നു. അവൻ ഇവിടെ കണ്ടേനെ എൻ്റെ കൂടെ, അറിയോ? വിമല മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മോങ്ങാതടി ചൂലേ, നീ അനുഭവിക്കും. വരാന്തയിൽ അയാളുടെ രൂപം മറഞ്ഞു. കാൽ വലിച്ചുള്ള നടത്തയുടെ ഒച്ച തിണ്ണയിൽ നിന്നും കേട്ടു. ആർക്ക് പോയി? എനിക്ക് മാത്രം. ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ. പോട്ടെ. വരാന്തയിൽ പിറുപിറുക്കൽ കേൾക്കാമായിരുന്നു. വണ്ടി പോട്ടെ, പീ പോട്ടെ. അമൽ കവങ്ങിൻപാളയുടെ കൈച്ചുവട്ടിൽ ഒരു കൈ പിടിച്ച് ഡ്രൈവറുടെ അംഗവിക്ഷേപങ്ങൾ കാട്ടുകയാണ്. കുഞ്ഞുവാവയെ മുന്നിലിരുത്തി ഇടത് കൈകൊണ്ട് തന്നോട് ചേർത്ത് അടുക്കി പിടിച്ചിട്ടുണ്ട്. കുഞ്ഞുവാവയും ചേട്ടനെ അനുകരിച്ച് പീ എന്നൊരു കുഞ്ഞു സ്വരം പുറപ്പെടുവിച്ചു. അമ്മൂട്ടിയേ, വണ്ടി പോട്ടെ. അമ്മു പാളയുടെ നീണ്ട കൈയുടെ അറ്റത്ത് പിടിച്ച് ഇറക്കത്തിലൂടെ മെല്ലെ വലിച്ചു. ചരൽ നിറഞ്ഞ പാതയിലൂടെ അമലിൻ്റെ പാളവണ്ടി അനായാസം ഊർന്നിറങ്ങി. വേഗത അല്പം കൂടിയപ്പോൾ കുഞ്ഞുവാവയ്ക്ക് പേടിയായി. അവൻ പിറകോട്ട് തിരിഞ്ഞ് പേടിയോടെ അമലിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ആളിറങ്ങണം, നിർത്ത്. അമ്മൂട്ടിയെ, വണ്ടി നിർത്ത്. പാളവണ്ടി മുറ്റത്തേക്കുള്ള തൂക്കായ ഇറക്കത്തിലെത്തിയിരുന്നു. അവിടെ നിലംപറ്റയുള്ള പുല്ലായിരുന്നതിനാൽ അമ്മുവിന് ഉദ്ദേശിച്ച പോലെ വേഗം കുറയ്ക്കാനോ നിർത്താനോ കഴിഞ്ഞില്ല. പാളവണ്ടി മുന്നോട്ടാഞ്ഞ് പുല്ലിനു മീതെ കൂടി അതിവേഗം തെന്നി നീങ്ങി. അമൽ ബാലൻസ് തെറ്റി കുഞ്ഞുവാവയും കൊണ്ട് മറിഞ്ഞു. അമ്മു കുഞ്ഞുങ്ങൾ ഉരുണ്ടുപോകാതിരിക്കാൻ വഴി തടഞ്ഞു നിന്നു. അവൾക്ക് അതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കെട്ടിമറിഞ്ഞു വന്ന അമലും കുഞ്ഞുവാവയും അവളുടെ കാലിൽ വന്നിടിച്ചു. അവളും മറിഞ്ഞു വീണു. കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചിൽ കേട്ട് വിമല ഓടി വരുമ്പോൾ അമ്മു ഉരുണ്ടെണീറ്റ് കുഞ്ഞുവാവിയെ മുറ്റത്തുനിന്ന് വാരിയെടുക്കുകയാണ്. അവൻ്റെ മേലാകെ മണ്ണ് പുരണ്ടിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ വിമലയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. കരഞ്ഞു തുറന്ന വായ കുഞ്ഞടച്ചിട്ടില്ല. ശബ്ദമില്ല. മോനെ. അവൾ കുഞ്ഞിനെ
ഇരു കൈയിലും തൂക്കി പിടിച്ച് കുടഞ്ഞു. നീണ്ട ഒരു നിലവിളിയുടെ അന്ത്യത്തിൽ അവന് സ്വരം തിരിച്ചു കിട്ടി. 4-5 ആവർത്തി കൂടി ഉറക്കെ നിലവിളിച്ചിട്ട് അമ്മയുടെ കയ്യിലാണെന്ന സമാധാനത്തിൽ അവൻ പൊടുന്നനെ കരച്ചിൽ നിർത്തി. അവൻ വല്ലാതെ ഭയന്നു പോയിരുന്നു. പേടികൊണ്ട് മുഖം വിളറുകയും ചുണ്ടുകൾ നീലിക്കുകയും ചെയ്തിരുന്നു. വിമല കുഞ്ഞിനെ ആകമാനം ഒന്ന് നോക്കി. ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും തലയും നെഞ്ചും പുറവും തിരുമ്മി മണ്ണ് പുരണ്ടത് സാരിത്തുമ്പ് കൊണ്ട് തൂത്തു കളഞ്ഞു. പിന്നെ കോപത്തോടെ അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി അസത്തെ? ശകാരത്തോടൊപ്പം തുടക്കിയിട്ട് ഒറ്റ വീക്കും കൊടുത്തു. അമ്മു നിറഞ്ഞ കണ്ണുകളോടെ തലയും താഴ്ത്തി കുറ്റവാളിയെപ്പോലെ നിന്നു. വീണപ്പോൾ ഒന്ന് നിലവിളിച്ച അമൽ മമ്മിയെ കണ്ടതും ചാടി എണീറ്റ് ഒന്നും സംഭവിക്കാത്ത പോലെ നിന്നു. എനിക്കൊന്നും പറ്റിയില്ല മമ്മി. ഇല്ലെന്നേ. അവൻ്റെ വായ നിറയെ മണലായിരുന്നു. അവനത് തുപ്പിക്കളഞ്ഞു. മുഖത്ത് പുരണ്ട മണ്ണ് കൈകൊണ്ട് തൂത്തു. വായിൽ മണൽ കടിച്ചപ്പോൾ വീണ്ടും തുപ്പി. ഒന്നുകൂടെ തുപ്പിക്കേടാ. പല്ലിനടിയിൽ ചോരമയം കണ്ട് വിമല പറഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ലെന്നേ. അമ്മുവിന് കിട്ടിയ പോലെ തനിക്കും അടി കിട്ടിയേക്കുമെന്നായിരുന്നു അവൻ്റെ പേടി. അവൻ പിന്നോട്ട് മാറി. അവിടെ നില്ല്, നോക്കട്ടെ. വിമല പിടിച്ചു നിർത്തി അവൻ്റെ വായ വിളർന്നു നോക്കി. ചുണ്ടൽപ്പം പൊട്ടി ചോര കിനിയുന്നുണ്ട്. സാരമുള്ളതല്ല. ഇനി പാളയം വലിച്ചുകൊണ്ട് ഇവിടെങ്ങാനും നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് തൊട പൊളിക്കും, പറഞ്ഞേക്കാം. ഒരു വണ്ടിവലി. ഇതിനു മുമ്പ് 100 തവണ വിമല ഇത് പറഞ്ഞിട്ടുണ്ട്. മതിലിനരികിൽ ആനിയുടെ തല കാണായി. എന്താ വിമലെ, കുഞ്ഞുങ്ങൾ കരയണ കേട്ടല്ലോ. വിമല ആനിയുടെ അരികിലേക്ക് നീങ്ങി. അമൽ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. കണ്ണുകൾ തുളുമ്പി നിൽക്കുകയാണവൾ. അമലിന് സങ്കടമായി. അമ്മൂട്ടിക്ക് നൊന്തോ? പോട്ടെ, സാരമില്ലാട്ടോ. അവൻ അവളുടെ കയ്യിൽ തലോടി. ഇനി വണ്ടിയെ കയറണ്ട. ചീത്ത വണ്ടിയാ, ദൂരെ കളഞ്ഞേക്കാം. അവൻ പാള എടുത്തുകൊണ്ടുപോയി മുറ്റത്തിനപ്പുറത്തേക്ക് എറിഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ അവൻ തന്നെ അത് എടുത്തുകൊണ്ട് വരുമെന്ന് അമ്മുവിനറിയാം. വിമല ആനിയോട് സംസാരിച്ചുകൊണ്ട് മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. അമൽ പിന്നിലൂടെ പതുങ്ങിച്ചെന്ന് കൈ വലിച്ച് അവളുടെ കാലിൽ ഒറ്റയടി കൊടുത്തു. നോവൽ നാളെ.